അതിനകത്തൊരു സീനുണ്ട് ഈ ഭഗവത്ഗീതയിൽ നിന്ന് അയാൾ വായിക്കുന്നത്. ആ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിന് ശേഷം, അതായത് ഈ ഒരു ആറ്റം ബോംബിന് ശേഷം പുതിയൊരു ഇൻവെൻഷനോട് അവിടെ വരുന്നുണ്ട്. അത് സിനിമയിൽ പറയുന്നത് ഇൻട്രസ്റ്റെല്ലാറോ ടെനറ്റോ കാണുന്നത് പോലെ ഭയങ്കര മാസ്, അല്ലെങ്കിൽ മാസ് അല്ല, ഒരു എൻ്റർടൈനിങ്ങോ ഒരു ആക്ഷൻ സീക്വൻസ് ഫൈറ്റ് ഒന്നും വിചാരിച്ച് പോകരുത്. ലാഗായിട്ട് ഫീൽ ചെയ്യും. ഇൻട്രസ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ മടങ്ങുന്ന ഒരു സീനുണ്ട്. ഭയങ്കര ടോപ്പ് നോച്ച് CGയിൽ അടിപൊളി കളറിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും കളറിങ് ഒന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടെ CG അത് എവിടെ ചെന്ന് അവസാനിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ നേരത്തെ അറിയാമായിരുന്നു. അത് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വേൾഡ് വാറിൽ പങ്കെടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയായിരുന്നു, ഈ പറയുന്ന മാസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ. അത് മാത്രമല്ല, ഈ പടത്തിൽ ഡയലോഗ് ഡെലിവറീസ് എല്ലാം അഡ്വാൻസ്ഡ് ഇംഗ്ലീഷാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ഒരു മേക്കിംഗ് ബോംബ് ആ ഒരു സീനൊക്കെയാണ്. പക്ഷേ ഇറ്റ് വാസ് മോർ പൊളിറ്റിക്കൽ. Explosion was okay. Explosion was good. Good. It was good. It's not what you expect. Like you compare it with Interstellar and Inception. This is really good. You can't just compare. Followed the original story. They didn't make any extra It drama. is like a It was documentary beautiful. made it to a film. So if you're going for the explosion and for the Nolan thing, I think you'll be missing. It was a good movie. പിന്നെ I expected to see more of the physics and ഇതിൻ്റെ ഒരു മേക്കിംഗ് ബോംബ് ആ ഒരു സീനൊക്കെയാണ്. പക്ഷേ ഇറ്റ് വാസ് മോർ പൊളിറ്റിക്കൽ. ആൻഡ് I'm still impressed. Nolan did a very good job. പക്ഷേ it's not like other Nolan movies. It's very different. And I would rate it a 8 out of 10. It's really good. I'm impressed. സിനിമ എന്ന് പറയുന്നത് ഓപ്പൺഹൈമർ ആക്ച്വലി നമ്മൾ ക്രിസ്റ്റഫർ നോളൻ്റെ പേര് നോക്കി തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ മേജറായിട്ട് കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺഹൈമറിൻ്റെ മുമ്പത്തെ സിനിമ പോലെ ഡൺകേർക്ക് ആയാലും ഇൻസെപ്ഷൻ ആയാലും ഇൻട്രസ്റ്റെല്ലാർ ആയാലും ടെനറ്റ് ആയാലും ഇതിലെല്ലാത്തിലും ഒരു ബേസിക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും കണ്ടിരിക്കാനുള്ള കളർഫുൾ ആയിട്ടുള്ള പരിപാടികളുണ്ടാവും. പക്ഷേ ആ ഒരു കോൺസെപ്റ്റിലല്ല ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത്. ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് വെച്ചാൽ ബയോഗ്രഫിയാണ്. റോബർട്ട് ജെ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ആറ്റം ബോംബ് കണ്ടുപിടിച്ചൊരു സയൻറ്റിസ്റ്റിൻ്റെ ജീവിത കഥ. അപ്പോൾ അതിൽ ഈ പറയുന്ന വലിയ വലിയ ആക്ഷൻ സീക്വൻസസോ വലിയ വലിയ കളർഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ ഭേദം. പകരം നമ്മൾ സ്റ്റോറിയിലും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിങ്ങിലും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ ഫിലിം. പിന്നെ അത് മാത്രമല്ല, ഈ പടത്തിൽ മേജറായിട്ട് പറയുന്നത്, ഫസ്റ്റ് ഹാഫിൽ മേജറായിട്ട് പറയുന്നത് ഈ പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ജനനവും സയൻറ്റിസ്റ്റ് ആയത് എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് ഫിസിക്സിനോടുള്ള താല്പര്യവും പിന്നെ ഈ അറ്റോമിക് ബോംബ്, അതായത് അദ്ദേഹമാണ് ഈ പറയുന്ന ഫിസിക്സ് പരമായിട്ടുള്ള ബേസ്, അതായത് ന്യൂട്രോൺസും ഇലക്ട്രോൺസും തമ്മിലുള്ള ബോംബാർഡിങ് വഴി ആറ്റം രണ്ട് ചെറിയ ആറ്റം വഴി വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും എന്നുള്ളൊരു തിയറി പുള്ളിയാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതിനകത്ത് പല സയൻറ്റിസ്റ്റുകളും പറയുന്നുണ്ട്. നമ്മളെ നീൽസ് ബോർ ആയാലും ഹൈസൻബർഗ് ആയാലും ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാവരും ഇതിനകത്തുണ്ട്. അപ്പം ഫസ്റ്റ് ഹാഫ് മൊത്തം പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങും പുള്ളി ഇത് കൊണ്ടുവരുന്നതും, സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ എക്സ്പ്ലോഷനും പിന്നെ നമ്മുടെ മേജർ എക്സ്പ്ലോഷനായ 1945 ഉണ്ടായ ഹിറോഷിമ നാഗസാക്കി ആറ്റം ബോംബ് എക്സ്പ്ലോഷൻസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വെച്ചാണ് പടം പോകുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. ഈ ബോംബ് ചെയ്തതിന് ശേഷം US ആർമിയായിട്ട് റോബർട്ട് ഓപ്പൺഹൈമറിനുള്ള ഉണ്ടായ പ്രശ്നങ്ങൾ അതാണ് വരുന്നത്. അപ്പം അതൊരു കോർട്ട് റൂം ഡ്രാമ മാത്രമല്ല, ആ ഒരു കുറച്ച് ലാഗ് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അവിടെ വലിയ കളർഫുൾ എലമെൻറ്റ്സ് ഒന്നുമില്ല, പ്രോപ്പർ ഫേസ് ടു ഫേസ് കോൺവെർസേഷനാണ്. അപ്പോൾ ഈ കോൺവോ ടൈമിൽ നമ്മൾ സ്ക്രിപ്റ്റിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറയുന്ന പോലെ ഇങ്ങനെ ഉള്ള ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അത് മാത്രമല്ല, ഈ പടത്തിൽ ഡയലോഗ് ഡെലിവറീസ് എല്ലാം അഡ്വാൻസ്ഡ് ഇംഗ്ലീഷാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ഒറ്റ സീനുണ്ട്. ആ ഒറ്റ സീനെന്നല്ല, ഒരുപാട് സീൻസ് ഉണ്ട്. പക്ഷേ അതിൽ മേജർ സീൻ എന്ന് പറയുന്നത് നമ്മുടെ റോബർട്ട് ഓപ്പൺഹൈമർ ഈ പറയുന്ന പോലെ ആറ്റംസുമായിട്ടുള്ള കൊളാബും കൊളിഷനും ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പുള്ളി, അതായത് ഒരു തിയറി പോലെ പുള്ളി ഇറക്കുകയും പുള്ളി വലിയൊരു സയൻറ്റിസ്റ്റ് ആകുന്ന സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീനെ പോയി കാണുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൽ പുള്ളി പറയും, താങ്കൾ ഉണ്ടാക്കിയെടുത്ത ഈ അച്ചീവ്മെൻറ്റിൽ ഉള്ള പ്രശ്നം താങ്കൾ തന്നെ അനുഭവിക്കും എന്നുള്ള രീതിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാം അറിയാം. കാരണം ഇയാൾ ഈ തുടങ്ങി വെച്ച ഈ ഒരു ചെറിയ തിയറി അത് എവിടെ ചെന്ന് അവസാനിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ നേരത്തെ അറിയാമായിരുന്നു. അത് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വേൾഡ് വാറിൽ പങ്കെടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയായിരുന്നു, ഈ പറയുന്ന മാസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻസ്. ഇതൊരു വലിയ വിഷയമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിൽ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇതിന് ശേഷം, അതായത് ഈ ഒരു ആറ്റം ബോംബിന് ശേഷം പുതിയൊരു ഇൻവെൻഷനോട് അവിടെ വരുന്നുണ്ട്. അത് സിനിമയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ബേസിസിൽ ഓപ്പൺഹൈമറിനുണ്ടായ കോൺഫ്ലിക്റ്റും സംസാരത്തിനിടയിലുള്ള പ്രശ്നങ്ങളും പിന്നെ അത് US ആർമിനെ ഇതായിട്ട് US ആർമീനായിട്ട് ഇഷ്ടപ്പെടാത്ത കുറേ രീതികൾ വരുന്നതും അവസാനം ഒരു കോർട്ട് റൂം ഡ്രാമയിൽ അതങ്ങ് ഫിനിഷ് ചെയ്യും. ഭഗവത്ഗീതയുടെ ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, നൗ ഐ ഹാവ് ബിക്കം ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മെയിനായിട്ട് പറയുന്നത്, അല്ലാണ്ട് കൂടുതലൊന്നും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനകത്തൊരു സീനുണ്ട് ഈ ഭഗവത്ഗീതയിൽ നിന്ന് അയാൾ വായിക്കുന്നത്. ആ വായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അത് തന്നെയാണ് അയാൾ മോട്ടോ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ്പ്ലോഷൻ ഗംഭീരം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു 8 മിനിറ്റ് എങ്ങാണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ്. പ്രോപ്പറായിട്ട് അത് CG ഇല്ലാത്തതുകൊണ്ട് മറ്റേ ഇൻട്രസ്റ്റെല്ലാർ പോലെ ഇൻട്രസ്റ്റെല്ലാറിൽ ബ്ലാക്ക് ഹോൾ മടങ്ങുന്ന ഒരു സീനുണ്ട്. ഭയങ്കര ടോപ്പ് നോച്ച് CGയിൽ അടിപൊളി കളറിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും കളറിങ് ഒന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടെ CG ഇല്ല. പ്രോപ്പർ എക്സ്പ്ലോഷൻ എങ്ങനെയാണോ പല ആംഗിളിൽ നിന്ന് ഷോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അതാണ് കാണിക്കുന്നത്. അതായത് ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ടെസ്റ്റ് ബോംബാണത്. പിന്നെയാണ് ഈ പറഞ്ഞ ഹിറോഷിമയിൽ നാഗസാക്കിയിലൊക്കെ പോയി ബോംബിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സിനിമ വരുന്നത്. ഒരു ടോട്ടൽ ബയോഗ്രഫിയാണ്. നേരത്തെ ഇൻട്രസ്റ്റെല്ലാറോ ടെനറ്റോ കാണുന്നത് പോലെ ഭയങ്കര മാസ്, അല്ലെങ്കിൽ മാസല്ല, ഒരു എൻ്റർടൈനിങ്ങോ ഒരു ആക്ഷൻ സീക്വൻസ് ഫൈറ്റ് ഒന്നും വിചാരിച്ച് പോകരുത്. ലാഗായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. പടം ഒരു പ്രോപ്പർ ബയോഗ്രഫിയാണ്, ഒരു പ്രോപ്പർ പടം തന്നെയാണ്. സ്ക്രിപ്റ്റ്സ് ആൻഡ് ഡയലോഗ് ഡെലിവറി ഇറ്റ്സ് ടോപ്പ് നോച്ച് വിത്ത് സിനിമാറ്റോഗ്രഫി, കളറിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ലാഗ് ഫീൽ ചെയ്യും എപ്പോഴെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ വരുന്നു. ചിലർക്ക് ഫീൽ ചെയ്യും, ചിലർക്ക് ഫീൽ ചെയ്യില്ല. Nolan's things you can see a lot because you could see it was mainly a documentary, that type of film, but Nolan's things you can see when the character is imagining something, you could see it come to life. That effects were there, and the explosion was a good scene. But then let's say it was actually not about the explosion. There was a lot of politics into it. So if you're going for the explosion and for the Nolan thing, I think you'll be missing. And if you're just going for the the movie, just for the Nolan film, like in general, it's a good movie. Yeah, it was a beautiful Don't film. go for the the Nolan thing. There is no Nolan thing. He did a pretty job with the direction and everything. But it's not about the explosion. They followed the original story. They didn't make any extra It drama. is like a It was documentary beautiful. made it to a film. Interstellar was a 10. You can give this a 7.5. 7.5. If you can rate like movies, it goes from Interstellar, then Inception, then this Tenet. Then Tenet. It's close to Tenet, but then Tenet was a totally different genre. This was beautiful on its own type. Yeah. I think people should embrace this film. It's a good film, It's but a good film. it's not what you expect. Like you compare it with Interstellar and Inception. This is really good. You can't just compare it with. To be honest, I don't think it's worth going to IMAX. It's actually it's a different style if you if you think through it. The thing is, There are certain parts when the character is is in his imagination state, you can get some of the visuals, and apart from that, the bombing was pretty decent, and the politics in the last part was pretty intense. Good, but then there are certain parts where he imagines stuff about the atoms and the the waves and stuff. That was pretty decent. I mean, pretty good. But the explosion was okay. Explosion was good. Good. It was good. You can. It was See, because since it was the topic was atom bomb of the whole film, the expectation People was expect too much. atom bomb and the biggest thing because we know what he has done in Interstellar and Inception. I'm not saying he couldn't have done more, but in he the just Miller's planet, the waves and all. Just those were amazing. But amazing. he wanted to follow with the book what Oppenheimer did. So based on that, it was a really good film.